ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റ് 2025 എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് എൻക്വയറീസ്, എസ്പെഷ്യലി എക്സാം കുറച്ച് ടഫായിരുന്നു, ഒബ്വിയസ്ലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഉറപ്പായിട്ടും കട്ട് ഓഫ് കുറച്ച് താഴേക്ക് വരും. നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു 500-520 റേഞ്ചിലേക്കായിരിക്കും കട്ട് ഓഫ് നിൽക്കാൻ പോകുന്നത്. അപ്പം മേ ബി കുറെ പേര് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി +2 പഠിക്കുന്നവരാവാം, മേ ബി എൻട്രൻസിന് ഒരു തവണ റിപ്പീറ്റ് ചെയ്തവരായിരിക്കാം. ഉദ്ദേശിച്ച ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. എന്നാൽ കുറെ പേര് വിളിച്ച് വളരെ സന്തോഷത്തോടെ, സാർ താങ്ക് യു ഫോർ യുവർ ക്ലാസ്സസ്, അത്യാവശ്യം ഇന്നൊരു സ്കോർ വരെ എത്താൻ പറ്റി, പല ചാനലുകളിലും പറയുന്ന കട്ട് ഓഫിനേക്കാളും കൂടുതൽ സ്കോർ എനിക്കുണ്ട്, നല്ല കാര്യം. പക്ഷെ അവര് വെറുതെ നേടിയെടുത്തതല്ല, അവര് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവര് മാത്രമല്ല, നിങ്ങൾ ഒബ്വിയസ്ലി കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സ്കോർ കിട്ടിയ കുട്ടികളും നമ്മളും തമ്മിൽ എവിടൊക്കെയോ എന്തൊക്കെയോ കുറച്ച് ഡിഫറൻസ്, എന്തൊക്കെയോ ചെറിയ അവര് ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവത്തില്ല. അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കി മനസ്സിലാക്കി, +2 കഴിഞ്ഞിട്ട് ഞാൻ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ റിപ്പീറ്റ് ചെയ്തു, എന്റെ സ്കോർ റൈറ്റ് നൗ ഇവിടെയാണ് നിൽക്കുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യണോ, ഇതിനെപ്പറ്റി നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ബിക്കോസ് ഇത് നിങ്ങളുടെ ലൈഫിലെ വൺ ഓഫ് ദ ടേണിംഗ് പോയിന്റ് ആണെന്ന് എനിക്കറിയാം. നീറ്റ് എക്സാം പോലെ ഒരു എക്സാം നിങ്ങളുടെ വലിയൊരു ഡ്രീം ആണെന്ന് എനിക്കറിയാം. സോ നമ്മളത് ആ ഒരു ട്രാക്കിലൂടെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ വെറുതെ നേരം പോക്കിലൂടെ ഒരു പ്ലാനിങ് ആവാൻ പാടില്ല. എനിക്കറിയാം, ഞാനും നിങ്ങളുടെ ലൈഫിലെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ എന്നാലാവും വിധം സഹായിക്കാനാണ് നോക്കുന്നത്. സോ ഒരു കാരണവശാലും വെറുതെ കുറച്ച് കാര്യങ്ങൾ തള്ളി മറിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് വാലിഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ മനസ്സിലാക്കി ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഉറപ്പായിട്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ റിപ്പീറ്റ് ചെയ്തോ, ഒബ്വിയസ്ലി നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കണം ഈ പ്രൊഫഷനോട്. ഒരു ഡോക്ടർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു JEE എക്സാം എഴുതി ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇതിൽ പാഷനേറ്റ് ആയിരിക്കണം. സോ മക്കളെ, ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ റിപ്പീറ്റ് ചെയ്യണമെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഈവൻ ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പ്രോപ്പർ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാവുന്നതാണ്. യെസ്, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാം. എല്ലാവരും ഇവിടെ നിന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഒരു എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരാൾക്ക് വേണ്ട ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഒരു റൈറ്റ് മൈൻഡ് സെറ്റ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഈ സോളോ ട്രിപ്പ് അടിക്കുന്ന ട്രാവലേഴ്സിനെ കണ്ടിട്ടില്ല, ഒരുപാട് സോളോ ട്രിപ്പ് അടിക്കുന്നവരുണ്ട്. അവരുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ നോക്കണം. ഉള്ള ഒരു ബാക്ക് പാക്ക്, വലിയൊരു ബാക്ക് പാക്ക് കാണും, അതിനകത്ത് കുറച്ച് ഡ്രസ്സ് കാണും, കുറച്ച് പാത്രങ്ങൾ കാണും. അവർക്കത് മതി ആ ട്രാവലിങ്ങിന്. നമ്മളെ പോലെ അല്ല, ഞാൻ സോളോ ട്രിപ്പ് ഒന്നും അങ്ങനത്തെ ആളൊന്നും അല്ല. പക്ഷെ ഒരുപാട് ഡ്രസ്സുകൾ എനിക്ക് വേണം, ഒരുപാട് ഫുഡ് എനിക്ക് വേണം, എനിക്ക് അമ്മ പൊരിച്ചു തരുന്ന മത്തി കഴിച്ചാലേ ചോറിറങ്ങും, അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും അവർക്കില്ല. എന്താണോ അവർക്ക് കിട്ടുന്നത് ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അവർക്കുണ്ട്. അവർ ചിലപ്പോൾ ടെന്റ് അടിച്ച് കിടന്നുറങ്ങും, അവർ കിട്ടുന്ന വീടിന്റെ സൈഡിൽ കിടന്നുറങ്ങും, അവർ പമ്പിൽ കിടന്നുറങ്ങും, അവർക്ക് കിട്ടുന്ന വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ചു പോകും. അതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഒരു സോളോ ട്രാവലറിന് വേണ്ട ഒരു വൺ ഓഫ് ദ മെയിൻ ഘടകം, അവരുടെ ഒരു ക്വാളിറ്റി ആണെന്ന് അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇനഫ് മണി അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരെങ്ങനെയാണെന്ന് വെച്ചപ്പോട്ടെ, ഒരു പ്രശ്നമില്ല. അതേപോലെ തന്നെ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, MBBS എഴുതി ഒരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനോട് വളരെ പാഷനേറ്റ് ആയിട്ട് വേണ്ട ഒരാൾക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ആ മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. കാരണം എന്താന്ന് വെച്ചാൽ അടുത്ത ഒരു വർഷമാണ് നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കാൻ പോകുന്നത്. ഉറപ്പായിട്ട് ഓൾറെഡി റിപ്പീറ്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഒരു വർഷം ഓൾറെഡി പോയി എന്നും പറഞ്ഞ് പേരൻസിനോടും പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്തായിരിക്കും നമ്മൾ ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ ഒക്കെ എടുക്കുന്ന ദിവസവും ആദ്യമായിട്ട് പോയി അഡ്മിഷൻ എടുക്കുന്ന സമയത്തും ആദ്യത്തെ ഒരു മാസമൊക്കെ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. പക്ഷെ ഈ ആവേശം കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തണുക്കും. മെജോറിറ്റി സ്റ്റുഡൻസിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം അതാണ്. എന്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിൽ തൊട്ട് ആത്മാർത്ഥമായിട്ട് പറയാമോ, കഴിഞ്ഞ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ മുഴുവൻ ദിവസവും, ഞാൻ മുഴുവൻ സമയവും പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് പഠിച്ചൊരു സ്റ്റുഡന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം.
പക്ഷെ ഓർത്തു വെക്കുക മക്കളെ, നമുക്കൊരു റൈറ്റ് മൈൻഡ് സെറ്റ് വേണം. റൈറ്റ് മൈൻഡ് സെറ്റ് ഇൻ ദ സെൻസ്, ചിലപ്പോൾ നിങ്ങളോട് നമ്മളിലെ സ്കൂളിൽ പഠിച്ച പോലത്തെ ഒരു രീതി ആയിരിക്കില്ല. സ്കൂളിൽ ചിലപ്പോൾ 3/4 മണിക്കൂറല്ല 1 മണിക്കൂർ പഠിക്കുമ്പോൾ തന്നെ ഒരു ബ്രേക്ക് ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഏത് സെന്ററിലാണോ ജോയിൻ ചെയ്യുന്നത് ആ സെന്ററിലെ ഒരു കരിക്കുലം ഉണ്ട്. അതിനനുസരിച്ച് ചിലപ്പോൾ 2 മണിക്കൂറിന്റെ ക്ലാസ് കാണും, ചിലപ്പോൾ 2.5 മണിക്കൂറിന്റെ ക്ലാസ് കാണും. ചിലപ്പോൾ സാറ് തമാശ പറയുന്ന ആളായിരിക്കില്ല, സാറ് കണ്ടന്റ് മാത്രം ഡെലിവറി ചെയ്യുന്ന ആളായിരിക്കും, ചില സാറ് ചൂടനായിരിക്കും. പക്ഷെ അവർ അൾട്ടിമേറ്റ്ലി നല്ല അധ്യാപകരായിരിക്കും. പക്ഷെ ആ ഒരു പഠിക്കുക, എന്റെ ഉദ്ദേശം പഠനമാണ്, ഞാൻ പഠിക്കാനാണ് അവിടെ പോയിരിക്കുന്നത്, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. 1. 2, ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത നിങ്ങളുടെ മെന്റാലിറ്റിയിൽ വേണ്ട ഒരു സാധനമാണ്. ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ടോപ്പേഴ്സ് ഒക്കെ ആയിരിക്കാം, അത്യാവശ്യം നല്ല മാർഗമൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ അവിടെ ചെല്ലുന്നത്. പക്ഷെ ആദ്യം നമ്മൾ ഈ എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു റെയിൽവേ ട്രാക്കാണ്. ആ ട്രാക്കിലേക്ക് വന്ന് വീണാ പിന്നെ അതുവഴി അങ്ങ് പൊക്കോളും. പക്ഷെ ആ ട്രാക്കിലേക്ക് ഒന്ന് വന്ന് വീഴാൻ എടുക്കുന്ന സമയം എത്രത്തോളം എടുക്കും എന്നുള്ളത് ഡിപ്പെൻസ് ഓൺ ഓരോ ആൾക്കാരാണ്. ചിലർ ആ ട്രാക്കിലേക്ക് പെട്ടെന്ന് വന്ന് വീഴും, ചിലർ ആ ട്രാക്കിലേക്ക് വന്ന് വീഴാൻ കൂടുതൽ സമയം എടുക്കും. അപ്പൊ ആ ഒരു സ്ട്രഗ്ലിംഗ് ടൈം ഉണ്ടല്ലോ, ആ ടൈം കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പൊ നമ്മൾ പൊതുവെ എന്താ ചെയ്യുന്നത്, കുറച്ചു നേരമൊക്കെ ആ ട്രാക്കിലേക്ക് വീഴാൻ ശ്രമിക്കും. വീണില്ലെങ്കിൽ ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ അത് ഡ്രോപ്പ് ചെയ്യുന്നതിനെ പറ്റിയോ, അല്ലെങ്കിൽ ഇനിയിപ്പൊ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഈ ഒരു ഒഴുക്കിന് അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആ മൈൻഡ് സെറ്റ് പാടില്ല. ഞാൻ എന്ത് കാര്യത്തിനാണ് ഇറങ്ങിത്തിരിച്ചത്, എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. നിങ്ങൾ എവിടൊക്കെ ഡൗൺ ആവുന്നോ, നിങ്ങൾക്ക് എവിടൊക്കെ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇത് നഷ്ടപ്പെടുന്നോ, ആ സമയത്തൊക്കെ പേരൻസിനെ പറ്റി ആലോചിക്കുക. നല്ല റൈറ്റ് മൈൻഡ് സെറ്റോടെ കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. ഏത് ക്ലാസ്സിലും ചിലപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിരിക്കുമ്പോഴായിരിക്കും ബയോളജി വന്നേച്ച് വെറും തിയറി പഠിപ്പിക്കും. ചിലപ്പോൾ നമുക്ക് ഉറക്കം വന്നെന്ന് വരാം. പക്ഷെ അതിനും ഉറക്കത്തിനും ഒക്കെ വിട്ടുകൊടുത്ത് അവിടെ നുഴപ്പാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ റിപ്പീറ്റോ റീറിപ്പീറ്റ് കോഴ്സോ ഒരിക്കലും ചൂസ് ചെയ്യരുത്. അതല്ല, ആവേശത്തോടെ പഠിക്കാൻ ഞാൻ തയ്യാറാണ്, നീറ്റ് 2026 എനിക്കുള്ളതാണ് എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, സാർ ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റോ റീറിപ്പീറ്റോ ചെയ്യാം. 100% നിങ്ങൾക്ക് ചെയ്യാം, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ഒരു പോയിന്റ് നോക്കിയില്ലെങ്കിലും കാര്യമില്ല. ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ അവൻ പകുതി വിജയിച്ചു കഴിഞ്ഞു. അതാണ് വലിയൊരു സത്യം. ഇനി അടുത്തൊരു കാര്യം, രണ്ടാമത്തെ നോക്കിയേ, ലേൺ ഫ്രം ദ പ്രീവിയസ് മിസ്റ്റേക്സ്. നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ്. ഓൾറെഡി റിപ്പീറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബാച്ച് പഠിച്ചവരോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ. മേ ബി +2 കഴിഞ്ഞ് ഡയറക്റ്റ് എൻട്രൻസ് എഴുതിയവരായിരിക്കാം. അപ്പം നിങ്ങൾ ഓൾറെഡി ഒരു എക്സാം എഴുതിയപ്പോൾ അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ പോയ ഒരു റുട്ടീനിൽ നിങ്ങൾ ഓൾറെഡി ഒപ്പിച്ചു വെച്ചേക്കുന്ന കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാകത്തില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു, നമുക്ക് ഡൗട്ട് ഉണ്ട്, എന്നാലും നമ്മൾ ചോദിക്കില്ല, പേടിച്ചിട്ട് ചോദിക്കാതെ ആ ഡൗട്ടും കൊണ്ട് അങ്ങ് വീട്ടിൽ പോകും. അപ്പൊ അങ്ങനത്തെ ഒക്കെ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അത് ആവർത്തിക്കുകയില്ല. ഞാൻ ഉറപ്പായിട്ടും എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അധ്യാപകനോട് ഒരു പേടിയില്ലാതെ ചോദിക്കും. എനിക്ക് ക്ലാസ്സിലാണ് ഒരു ഡൗട്ട് വരുന്നതെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അധ്യാപകനോട് എഴുന്നേറ്റ് നിന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വരുത്തി വെച്ച മിസ്റ്റേക്സുകൾ ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. അതേപോലെ എനിക്കൊരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അതായത് രാവിലെ 5 മണിക്ക് ഞാൻ എന്നും എഴുന്നേക്കുവാണെങ്കിൽ പിന്നെ ഞാൻ എന്നും 5 മണിക്ക് മാക്സിമം എഴുന്നേക്കാൻ ശ്രമിക്കും. ഞാൻ 11 മണിക്ക് കിടന്നുറങ്ങുന്ന ആളാണെങ്കിൽ ഞാൻ കൃത്യം 11 മണിയാകുമ്പോൾ കിടന്നുറങ്ങാൻ ശ്രമിക്കും. എനിക്ക് ഡെയിലി 6 മണിക്കൂർ ഉറക്കം വേണം, അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂർ ഞാൻ ഉറങ്ങിയിരിക്കും. അങ്ങനത്തെ അപ്പൊ നമ്മൾ പണ്ട് ഇതൊന്നും ചെയ്തിട്ടുണ്ടാവത്തില്ല. ഇങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക് നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്ത് ഇനി അതൊരിക്കലും ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ക്ലിയർ? 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, നീറ്റിന്റെ സ്കോർ 2025 നീറ്റ് സ്കോർ റൈറ്റ് നൗ നിങ്ങൾ നോക്കണം. നോക്കിയിട്ടില്ല, പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇരുന്ന് നോക്കുക. എന്തായാലും നീറ്റിന്റെ റിസൾട്ട് വരും. അപ്പൊ എന്തായാലും ഇതൊക്കെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കോർ നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കുക. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വലിയ എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല, ജസ്റ്റ് നാട്ടിലെ ട്യൂഷനോ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷെ വലിയ കോച്ചിങ് ആയിട്ടൊന്നും പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ സ്കോർ ഒരു 250-300 റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ധൈര്യത്തെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. കാര്യം ഈ വർഷത്തെ എക്സാം നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ കട്ട് ഓഫ് എത്രയാണോ വരുന്നത് അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് വലിയ കോച്ചിങ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കണ്ടുമുട്ടി റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം.
ഇനി ഓൾറെഡി നിങ്ങൾ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത കുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത ആളാണ്. സ്റ്റിൽ നിങ്ങൾക്കൊരു 400 എബോവ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച കുട്ടിയാണ്. നിങ്ങൾക്ക് സ്റ്റിൽ ഒരു 400-ന് മുകളിൽ മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്കും വേണമെങ്കിൽ എന്തിനെ പറ്റി പ്ലാൻ ചെയ്യാം? റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാം. ഇനി അടുത്തത്, നിങ്ങൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുകയോ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിക്കുകയോ ചെയ്തു. പക്ഷെ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ആ പ്രോപ്പർ പൊട്ടൻഷ്യൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു, നിങ്ങൾ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ചു, പക്ഷെ നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാതെയാണ് നിങ്ങളുടെ സ്കോർ താഴോട്ട് പോയതെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാം. പക്ഷെ കണ്ടീഷൻസ് അപ്ലൈഡ്. ആ പൊട്ടൻഷ്യൽ ഇനിയെങ്കിലും ഞാൻ ഉപയോഗിക്കും. അതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ സാധനം, റൈറ്റ് മൈൻഡ് സെറ്റ്. അതുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിപ്പീറ്റിനെ പറ്റി ആലോചിക്കാം, റിപ്പീറ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാം. അപ്പൊ നമ്മൾക്ക് എപ്പോഴും ഓർത്തു വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ സ്റ്റഡി പഠനത്തെ പറ്റി തള്ളി മറിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു വെക്കുക, ഒരു പ്രോപ്പർ റുട്ടീൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. ചിലപ്പോൾ ഒരു ദിവസം 12, 13, 15 മണിക്കൂർ വരെ ഇൻക്ലൂഡിങ് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റോ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. അതേപോലെ അടുത്ത കാര്യം എന്താ? ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് സ്ട്രെങ്തും കുറച്ച് വീക്ക്നെസ്സും കാണും. അതെന്തിനാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഉദാഹരണം, നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സൈഡ് സ്ട്രോങ് ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സൈഡ് നിങ്ങൾ നല്ല സ്ട്രോങ് ആണെന്ന് വിചാരിക്കുക. ഒബ്വിയസ്ലി ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഒബ്വിയസ്ലി ഫിസിക്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ട് വരും. എല്ലാവർക്കും എന്തായാലും ബയോളജി എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മാത്തമാറ്റിക്സ് സൈഡ് അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫിസിക്സ് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമാവും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ള കഴിവ് കുറവാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കാണാതെ പഠിക്കാനുള്ള കഴിവുകളൊക്കെ കുറവാണെങ്കിൽ മനസ്സിലാക്കി പഠിക്കണം, ബയോളജി ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കണം. പക്ഷെ ചില കാര്യങ്ങളൊക്കെ കാണാൻ പഠിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു സ്കില്ല് നിങ്ങൾ ഈ വെക്കേഷൻ ടൈമിൽ, വെക്കേഷൻ ഒന്നും അല്ല, നിങ്ങൾ എന്നാണോ കോച്ചിങ് സെന്ററിലേക്ക് എത്താൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നിങ്ങൾ ആ സബ്ജക്റ്റിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സപ്പോസ് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ എബിലിറ്റി കുറവാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്, ബയോളജി സബ്ജക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു, പക്ഷെ മാത്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് ചെയ്യാനുള്ള കാൽക്കുലേഷൻ സ്പീഡ് ഒക്കെ കുറവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അടുത്തൊരു അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് റൈറ്റ് നൗ മാത്സിൽ നിങ്ങളുടെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കി സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഹോൾഡ് ചെയ്യുക. എവിടെയാണോ വീക്ക്, ആ വീക്ക് പോയിന്റ് റൈറ്റ് നൗ ഫ്രം ടുഡേ ഇപ്പൊ തന്നെ നിങ്ങൾ അതിനുള്ള പണി സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ അഡ്മിഷൻ വരട്ടെ, മറ്റേ സിനിമ പറഞ്ഞിട്ട് വാഴ വെക്കട്ടെ, എന്തോ കൊല വളരട്ടെ അത് വെട്ടട്ടെ എന്ന് പറയുന്നതുകൊണ്ട് ഇരിക്കരുത്. ഇപ്പൊ തുടങ്ങണം. 2026 നീറ്റ് എക്സാമിന് വേണ്ടി ഇന്ന് പണി തുടങ്ങാൻ നിങ്ങൾ തീരുമാനം എടുക്കണം. നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണോ അവിടെ നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യം. അതേപോലെ തന്നെ അടുത്തൊരു ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ, സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ വേണം. ഒബ്വിയസ്ലി നിങ്ങൾ പോകുന്ന കോച്ചിങ് സെന്ററുകൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന ദിവസം ഫിസിക്സ്, ഇപ്പൊ കെമിസ്ട്രി, അത് കഴിഞ്ഞ് ബയോളജി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച സ്റ്റഡി പ്ലാൻ കൊണ്ട് ഉദ്ദേശിച്ചത് രാവിലെ എനിക്ക് എത്ര മണിക്ക് എഴുന്നേക്കാൻ പറ്റും, മനസ്സിലായോ? ഉച്ചക്ക് ചോറുണ്ടിട്ട് ഞാൻ ഇരുന്ന് ഉറങ്ങില്ല. വൈകുന്നേരം എനിക്ക് രാത്രിയിൽ ഇത്ര മണി വരെ ഇരുന്ന് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ ഇത്ര മണിക്ക് ബെഡിൽ പോകും. എനിക്കൊരു 6 മണിക്കൂർ ഉറക്കം, സ്ലീപ്പ് സൈക്കിൾ കിട്ടണം, കിട്ടിയേ പറ്റൂ. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഞാൻ എഴുന്നേറ്റു. ആ ഒരു ഹാബിറ്റ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം മക്കളെ. അപ്പൊ ചിലർ ആലോചിക്കും തനിക്ക് വട്ടാന്നോളൂ, ഇവിടെ മനുഷ്യനൊന്ന് നീറ്റ് എക്സാം കഴിഞ്ഞ് അങ്ങോട്ട് വന്ന് ഇരുന്നതേ ഉള്ളൂ. മക്കളെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തപസ്യയാണ്, ഇതൊരു മത്സരമാണ്, ഇതൊരു വലിയ മത്സര പരീക്ഷയാണ്. അപ്പൊ അതിന് തയ്യാറെടുക്കാൻ എത്രയും നേരത്തെ നമ്മൾ തയ്യാറെടുക്കുന്നു അത്രയും നേരത്തെ തയ്യാറെടുത്താൽ നല്ലതാണെന്ന് ഞാൻ പറയും. ഇനി അതല്ല, നിങ്ങൾ നീറ്റ് എക്സാം ഒക്കെ തുടങ്ങിയതിന് ശേഷം, നീറ്റിന്റെ എൻട്രൻസ് കോച്ചിങ് തുടങ്ങിയതിന് ശേഷമേ നിങ്ങളത് പ്ലാൻ ചെയ്യുന്നുള്ളെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ആരെ നിർബന്ധം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു കൾച്ചർ ഇപ്പോഴേ ഒന്ന് തുടങ്ങി വെച്ചാൽ നല്ല കാര്യം, ഉറപ്പായിട്ടും അത് നല്ല കാര്യമാണ്. ആൻഡ് ഫൈനലി ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ബിലീവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വേണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം വേണം. അത് മറ്റാർക്കും കൊണ്ടുതരാൻ പറ്റുന്ന ഒരു സാധനമല്ല, വേറെ എവിടെ നിന്നും പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം. എനിക്കിത് പറ്റും,
എന്നെ കൊണ്ട് ഇത് പറ്റും, ആ ഒരു വിശ്വാസം നമുക്ക് വേണം. അപ്പൊ അതൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് തരും. ഇപ്പൊ ഞാൻ എന്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാര്യം ഒരു ചാനൽ എങ്ങനെയാ തുടങ്ങേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഒരു തമ്പനയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ ഈ പണിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അതിനോട്ടങ്ങ് ഇറങ്ങി പുറപ്പെടുക. അപ്പൊ പ്രശ്നങ്ങൾ വരട്ടെ, നമുക്ക് അന്നേരം ഫേസ് ചെയ്യാം. പിന്നെ അതുപോലെ ഒരു രസകരമായ കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. ഞാൻ ആക്ച്വലി ക്ലാസ്സിൽ സ്ലൈഡിൽ അതുകൊണ്ടാണ് ഇടാത്തത്. കുറെ പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, സാർ ABCD ഓർ XYZ ഏത് കോച്ചിങ് സെന്ററിൽ പോകണം, ഏത് കോച്ചിങ് സെന്റർ ആണ് സാറ് സജസ്റ്റ് ചെയ്യുന്നത്? എന്നോട് ചോദിച്ച ചോദ്യം. എനിക്ക് പറയാനുള്ളത്, ഒരു കോച്ചിങ് സെന്റർ മോശമൊന്നുമല്ല. ഒരു കോച്ചിങ് സെന്റർ മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു അധ്യാപകന് മോശമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ചില കോച്ചിങ് സെന്ററുകൾ ചിലർക്ക് ആപ്റ്റാണ്, ചില കോച്ചിങ് സെന്ററുകൾ ചിലർക്ക് ആപ്റ്റാണ്. അതാണ് സത്യം. അപ്പൊ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കോച്ചിങ് സെന്റർ ഏതാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ നിങ്ങൾക്കല്ലേ അറിയൂ. അപ്പൊ ഓൾറെഡി ഈ കോച്ചിങ് സെന്ററുകളിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ ആൾക്കാരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിവ്യൂ ചോദിക്കാം, ഉറപ്പായിട്ടും ചോദിക്കാം. അത് പഠിച്ച് നല്ല സ്കോർ കിട്ടിയവരോടും ചോദിക്കണം. ഉഴപ്പി അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ആയ അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ ആരും ഇല്ലെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്നെ വിളിച്ചോളൂ. എന്റെ ഓഫീസ് നമ്പർ 9995657816. 9995657816. ഇതാണ് എന്റെ ഓഫീസിലെ നമ്പർ. ധൈര്യത്തെ വിളിച്ചോളൂ. എന്നാൽ ആവും വിധം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്ന, അത് നീറ്റ് വേണോ, JEE വേണോ, കീമിന് പോകണോ, നിങ്ങളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും വിളിച്ചാൽ കിട്ടണമെന്നില്ല. മിസ്ഡ് കോൾ കണ്ടാൽ ഞാൻ തിരിച്ചും വിളിക്കാം. അല്ലെങ്കിൽ ഇതൊരു വാട്സ്ആപ്പ് നമ്പർ ആണ്, ആ വാട്സാപ്പിലേക്ക് ഒരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. എന്താണ് നിങ്ങളുടെ കൺസേൺ, ഞാൻ മറുപടി തരുന്നതായിരിക്കും. സോ മക്കളെ, നിങ്ങൾ ബുദ്ധിപൂർവ്വം ഡിസിഷൻസ് എടുക്കുക. കാരണം ലൈഫ് നിങ്ങളുടേതാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തായി തീരണം, നമ്മൾ എവിടെ പഠിക്കണം, നമ്മൾ എങ്ങനെ പഠിക്കണം, ആഫ്റ്റർ ഓൾ ഇത് നിങ്ങളുടെ മാത്രം ഡിസിഷൻ ആണ്. എന്നും വെച്ച് പേരൻസ് പറയുന്നത് കേൾക്കണ്ടെന്നല്ല. പേരൻസും നിങ്ങളെ ഇതിനു മുമ്പ് പഠിപ്പിച്ച ടീച്ചേഴ്സും ഒക്കെ പറയുന്നത് കേൾക്കണം. പക്ഷെ നമ്മളെ പറ്റി നമുക്കറിയാവുന്ന പോലെ വേറെ ഈ ലോകത്ത് ആർക്കും അറിയത്തില്ല എന്ന സത്യം മനസ്സിലാക്കുക നിങ്ങൾ. സോ നിങ്ങൾ ബുദ്ധിപരമായ തീരുമാനം എടുക്കട്ടെ. നിങ്ങൾക്ക് അതിനുള്ള ശക്തി ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയാൻ ഞാൻ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.